ഈ ന്യൂസ് ഇന്നലെ കണ്ടതിന് ശേഷമില്ലേ ഒരുപോലെ കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാര്യം കണ്ണടയ്ക്കുമ്പോ ആ പൊന്നുമോന്റെ വിഷമത്തോടെയുള്ള ഒരു മുഖമാണ് എന്റെ മനസ്സിൽ നിൽക്കുന്നത്. ആ പിഞ്ചു കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കിയാല്. ഞാനൊരു അമ്മയാണെന്ന് ചോദിച്ചാൽ ഞാൻ അമ്മയല്ല, ഞാൻ പ്രസവിച്ചിട്ടില്ല. പക്ഷെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത കയ്യായത്. ഒരുപാട് കുഞ്ഞുങ്ങളെ ഞാൻ താലോലിച്ചിട്ടുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഊട്ടിയിട്ടുണ്ട്. എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയില്ല. ഇതുപോലെ എന്നെ പോലെ മനസ്സിൽ 1% നന്മ അവശേഷിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഈ ന്യൂസ് കണ്ടതിന് ശേഷം അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അവന് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നീയൊക്കെ ഒരു മനുഷ്യനാണോ? അറിയാത്തോണ്ട് ചോദിക്കുക, നീയൊക്കെ ഒരു മനുഷ്യനാണോ? നീ കൊന്നു തള്ളിയില്ലടാ പൊന്നു മോനെ. അപ്പൊ നിന്റെ മനസ്സ് ഒരു ഇത്രയെങ്കിലും വിഷമം തോന്നിയില്ലേടാ? നിന്നെ മനുഷ്യനെന്ന് പോയിട്ട് നിന്നെ മൃഗത്തിനോട് പോലും താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. മൃഗങ്ങൾക്ക് പോലും ഉണ്ട് സ്വന്തം മക്കളോടും മറ്റ് സഹജീവികളോടുള്ള നന്മയും സ്നേഹവും. ഇന്നലെ എന്റെ വീട്ടിൽ ഒരു പൂച്ച പ്രസവിച്ചു. ആ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നതും കണ്ടു കഴിഞ്ഞായില്ലേ നമ്മൾ മനുഷ്യന്മാർ അവരുടെ മുന്നിലേ തൊഴുതു പോകും. അത്രയ്ക്ക് ജീർണം കെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ മനസ്സ്. നീ ഒരു അമ്മയാണോ ഈ ശവമേ? നിന്നെ ഒരു അമ്മയെന്ന് പോലും എനിക്ക് വിളിക്കാൻ വേണ്ടി തോന്നില്ല. നിന്നെ ഒരു പെണ്ണെന്ന് പോലും വിളിക്കാൻ വേണ്ടി തോന്നില്ല. നീയും നിന്റെ മറ്റവനും കൂടെ കൂടിയിട്ട് ആ കുഞ്ഞിന് ഈ 1.5 വർഷക്കാലം അതിനെല്ലാ വേദനകളും നീ കൊടുത്തു. നിനക്ക് വേണ്ടെങ്കിൽ എത്രയോ അമ്മമാര് വഴിപാടും നേർച്ചയും പ്രാർത്ഥനയും ചികിത്സയുമായിട്ട് നടക്കുന്നു മക്കളില്ലാത്തതിന്റെ പേരിൽ. നിനക്ക് വേണ്ടെങ്കിൽ കൊണ്ട് വഴിയിൽ ഉപേക്ഷിച്ചുകൂടായിരുന്നോ? ആരെങ്കിലും എടുത്തേനെ, ദൈവത്തിന്റെ കൈയെങ്കിലും അവന്റെ മുന്നിൽ വന്നേനെ. നീ ചെകുത്താനെ തിന്നാൻ വേണ്ടി ഇട്ടുകൊടുത്തിട്ട് പോയാലോട് നീ പ്രസവിച്ച പൊന്നു മോനെ, എന്ത് തെറ്റാടി അവൻ നിന്നോട് ചെയ്തത്? ഇതിനൊക്കെ മുന്നേ പണ്ടെടുത്തിയേ അച്ഛന്റെ കൂടെ ഉറങ്ങിക്കൊണ്ടിരുന്ന പൊന്നുമോനെ രാവിലെ പാല് കൊടുക്കാനെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയിട്ട് സ്വന്തം കുഞ്ഞിനെ പാറക്കല്ലിൽ അടിച്ച് കൊന്നവൾ ഒരുത്തിയുണ്ട്. ആ കേസൊക്കെ അങ്ങ് മൂടിപ്പോയി, അവളെ കൊണ്ട് ജയിലിലിട്ടു. എന്തായെന്ന് പോലും നമ്മൾ അന്വേഷിച്ചിട്ടില്ല. ഈ കേസും അതുപോലെ ആവരുത്. ദയവ് ഇത് നിങ്ങളോട് എല്ലാവരും എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ മാക്സിമം അധികാരികളിലേക്ക് എത്തിക്കുക. ഇതൊരു റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ദയവ് ചെയ്തിട്ട് ഞാൻ ഇത്രയും കാലം ഒരു വീഡിയോ ചെയ്തിട്ട് പോലും ഇത് മാക്സിമം ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. അധികാരികളിലേക്ക് എത്തുന്നവരെ മാക്സിമം ഈ 2 ശവങ്ങൾക്കും തൂക്കുകയറ് കിട്ടുന്നത് വരെ. തൂക്കുകയറ് കിട്ടുന്നതിന് മുന്നേ നിയമപാലകരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ആ കുഞ്ഞ് അനുഭവിച്ച 51 മുറിവുകളുടെയും വേദന ഇവരെ രണ്ടുപേരെ അറിയിക്കണം. പൊള്ളലിന്റെ വേദനയും ഒടിഞ്ഞ കൈയുടെ വേദനയും വിശപ്പിന്റെ വേദനയും ദാഹത്തിന്റെ വേദനയും നിങ്ങൾ അവരെ അറിയിക്കണം. ഇത്രയും വേദന അവരെ അനുഭവിച്ചിട്ട് മാത്രമേ ആ തൂക്കുകയറെന്നുള്ള എളുപ്പമാർഗം അവർക്ക് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അവരറിയണം അവർ ചെയ്ത ക്രൂരത എത്ര മാത്രമാണെന്നുള്ളത് അവരറിയണം. ഇതെല്ലാ കേസ് പോലെ അടച്ചു പൂട്ടപ്പെട്ടുന്ന ഒരു കേസായി മാറരുത്. അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടിട്ടിട്ട് ഇവന്മാരെയൊക്കെ തീറ്റിപ്പോറ്റി ഉറക്കവും കൊടുത്ത് ആനക്കുട്ടന്മാരും സുന്ദരികളുമായിട്ട് ജാമ്യത്തിന് വെളിയിലിറക്കിയിട്ട് അടുത്ത ആക്രമണം കാണിക്കാൻ വേണ്ടിയിട്ടും അല്ലെ അവർക്ക് സുഖമായിട്ടുള്ള ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ടും ഇനി നിയമം മാറരുത്. നമ്മുടെ നിയമം ഇനി മറ്റു തെറ്റ് ചെയ്യുന്നവർക്ക് ഒരു മാതൃകയായി മാറണം. ഇനി തെറ്റ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സൊന്ന് അടയ്ക്കണം, അവർ പേടിക്കണം. ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കാൻ പോകുന്ന ഇതിലും വലിയ ശിക്ഷയായിരിക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് കേരളം ഒരു ഭ്രാന്താലയമായി മാറും. പച്ച മാംസം മനുഷ്യന്മാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വിധി മനുഷ്യർ തന്നെ നടപ്പിലാക്കും. നിയമം കയ്യിലെടുക്കാൻ തുടങ്ങും. അന്ന് നമ്മൾ ഈ അധികാരത്തിലിരിക്കുന്നവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാലത്തിന്റെ പോക്ക് അങ്ങോട്ടാണ്. എന്റെ വീഡിയോ കാണുന്ന നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നന്മ ഒരംശമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ കുഞ്ഞിന് വേണ്ടി ചെയ്യുന്ന നമ്മുടെ കർമ്മം നമ്മുടെ ഓരോരുത്തരുടെയും വോയിസ് ആയിരിക്കണം. ആ കുഞ്ഞിന് വേണ്ടി ഓരോരുത്തരും സംസാരിക്കണം. അവന് വേണ്ടി സൗണ്ട് ഉയർത്തണം. അവന് വേണ്ടി നീതി കിട്ടുന്നത് വരെ നമ്മൾ പോരാടണം. ഇതെന്റെ അപേക്ഷയാണ്.